ഹംസഫറാണ് കേട്ടോ പുറപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ കുറേ നേരമായിട്ട് ആ വണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കയറിയപ്പം നമ്മുടെ ഹംസഫർ അതൊക്കെ എടുത്തു. ഈ ഹംസഫർ എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിധാമിൽ നിന്നും തിരുനെൽവേലി വരെ പോകുന്ന ഹംസഫർ എക്സ്പ്രസ് ആണ്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇത് കണ്ടോ, ഒരു വെറൈറ്റി ഫ്രെയിം നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാം കേട്ടോ. ആ കിടക്കുന്നത് പറ്റ്ന സൂപ്പർഫാസ്റ്റാണ്. ഓ, അവന് ഡിപ്പാർച്ചർ കിട്ടിയതിൻ്റെ സന്തോഷം കണ്ടത്. ഹംസഫറിന് ഡിപ്പാർച്ചർ കിട്ടിയതിൻ്റെ സന്തോഷം. പാവം കുറേ നേരമായി വന്നിട്ട്. ഇന്ന് ഒറിജിനൽ ഹംസഫർ ലിവറിയിൽ ഓടുന്ന ചുരുക്ക ഹംസഫർ എക്സ്പ്രസ്സുകളിലൊന്നാണിത്. നമ്മൾ ഈ വണ്ടിയിൽ എറണാകുളം മുതൽ തൃശ്ശൂർ വരെ ഒരു ദിവസം യാത്ര ചെയ്തിരുന്നു പണ്ട്. അത് ചെയ്തിട്ട് ഒത്തിരി നാളായിട്ടോ ആ യാത്ര കഴിഞ്ഞിട്ട്. മുകളിൽ കൂടെ മെട്രോ പോയി അങ്ങോട്ട്. കണ്ടോ, സ്ലീപ്പറാണ്. ഇതിലിപ്പോൾ ഹംസഫർ എന്ന് പറഞ്ഞാലും സ്ലീപ്പർ കോച്ചും ഉണ്ട് കൂടുതൽ. സ്ലീപ്പറിൻ്റെ എണ്ണം കൂട്ടിയോ അപ്പോൾ ഇതിന്. കണ്ടോ, ഇതാ ഇനി ഇവിടം തൊട്ടാണ് ഹംസഫറിൻ്റെ ഒറിജിനൽ ലിവറി തുടങ്ങുന്നത്. പറഞ്ഞില്ലേ, ഏക ഹംസഫർ ആണ് കേരളത്തിൽ ഓടുന്ന ഹംസഫറുകളിൽ ഒരു ലിവറി വെച്ച് ഓടുന്ന ഏക ഹംസഫറാണിത്. പിന്നെ ഇന്ത്യയിൽ തന്നെ ചുരുക്കം ഹംസഫറുകൾക്ക് മാത്രമാണ് ഈ ഒറിജിനൽ ലിവറി കിട്ടുന്നത്. അതിലൊന്നാണ് നമ്മുടെ ഈ വണ്ടി. ആലപ്പി വഴി നാഗർകോവിൽ വഴിയാണത് പോകുന്നത്. ഇപ്പം റെയറാണ്. ഇപ്പോഴത്തെ ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഇങ്ങനെയുള്ള ലിവറി അപൂർവേ കാണുള്ളൂ ഹംസഫറിന്. അവിടെയൊക്കെ മിക്കവാറും നമ്മുടെ ചോപ്പ് കളറ് ലിവറി ചോപ്പ കളറായിരിക്കും കോച്ചുകൾ മിക്കവാറും ഉണ്ടാവുക. ഇതിപ്പോൾ വെറൈറ്റി ആയില്ലേ ഗൈസ്. ഇനിയും വരാനുണ്ട് ഒരുപാട് വണ്ടികൾ. ജനശതാബ്ദി വരാനുണ്ട്, ഇൻ്റർസിറ്റി വരാനുണ്ട്. അങ്ങനെ ഹംസഫർ പോയി. ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില ഹംസഫറുകൾക്ക് മാത്രമാണ് ഇന്ന് അവരുടെ ഒറിജിനൽ ലിവറി ഉള്ളൂ. സത്യം പറഞ്ഞു അതിലൊരു ഹംസഫറാണ് ഈ പോയത്.